JSK റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പേരും ടീസറും ട്രെയിലറും ഒക്കെ സൂചിപ്പിക്കും പോലെ കോടതി മുറിയിലുള്ള കഥ പറയുന്ന കോർട്ട് റൂം ഡ്രാമയാണ് സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന JSK. സുരേഷ് ഗോപിയുടെ തന്നെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായി വിദൂര സാമ്യം ആരോപിക്കാവുന്ന ചിത്രത്തിന്റെ കഥ പറച്ചിൽ രീതി പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ കുറ്റാരോപിതൻ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടു മാത്രം കാര്യമില്ല, മറിച്ച് അതിന്റെ കാരണം കണ്ടെത്തി തൊലിപ്പുറത്തെ ചികിത്സയ്ക്ക് അപ്പുറമുള്ള നടപടികൾ വേണമെന്ന് ചിത്രം പറഞ്ഞു വയ്ക്കുന്നു. ജാനകി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും വിരാജിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ജാനകി എന്ന ഈ ശക്തമായ കഥാപാത്രത്തിലൂടെയാണ്. ജാനകി എന്ന ഈ പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്തും നിൽക്കുന്ന സമൂഹവുമാണ് ചിത്രത്തിൽ പറഞ്ഞു നൽകുന്നത്. സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് മുൻപുള്ള അരമണിക്കൂർ. ചടുലവും വൈകാരികവുമായ ആ സമയത്തെ രംഗങ്ങൾ പ്രേക്ഷകനെ കോരിത്തരിപ്പിക്കുന്നതാണ്. പ്രധാന കഥയുടെ പശ്ചാത്തലം പ്രേക്ഷകനെ പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യ പകുതി ഏതാണ്ട് കഴിയണം. സാധാരണ ഇൻട്രോയിലൂടെ സുരേഷ് ഗോപിക്ക് ഒരു അമാനുഷിക പരിവേഷം കൊടുക്കാതിരിക്കാൻ അണിയറക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ വരുന്ന ചില രംഗങ്ങളിൽ അവരറിയാതെ തന്നെ ഒരു മാസ് ഹീറോ അപ്പീൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആദ്യ പകുതി സ്വീകരിച്ചു പോന്ന രീതിക്ക് നേർ വിപരീതമാണ് രണ്ടാം പകുതി. കോടതി മുറിയിൽ നിന്നും കുറ്റാന്വേഷണത്തിലേക്ക് സിനിമ വഴിമാറുന്നു. സാധാരണ സിനിമകളിൽ പോലീസുകാരനാണ് ഇതിന് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ സാധാരണക്കാരനാണ് അതിന് മുന്നിട്ടിറങ്ങുന്നത്. ആദ്യ പകുതിയുടേതുപോലെ തിരക്കഥ കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിരുന്നെങ്കിൽ രണ്ടാം പകുതി കുറച്ചുകൂടി ആസ്വാദ്യകരമായേനെ. ജാനകിയായി അനുപമ പരമേശ്വരൻ മികച്ച പ്രകടനമാണ് നടത്തുന്നത്. പഞ്ച് ഡയലോഗുകളും അതിനു ചേർന്ന ഡെലിവറിയും പുത്തരിയല്ലാത്ത സുരേഷ് ഗോപി അനായാസം വക്കീൽ വേഷം കൈകാര്യം ചെയ്തു. വലിയ താരനിരയിൽ യദു കൃഷ്ണൻ, അസ്കർ അലി, ജയൻ ചേർത്തല തുടങ്ങിയ ചിലർ തങ്ങളുടെ കരിയറിലെ തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. രചനയും സംവിധാനവും നിർവഹിച്ച പ്രവീൺ നാരായണൻ ആദ്യ ചിത്രത്തിന്റെ ബലാരിഷ്ടതകളില്ലാതെ മികവ് പുലർത്തി. തിരക്കഥയിലെ ചില ഡയലോഗുകളും രംഗങ്ങളും സന്ദർഭോചിതമല്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ തോന്നിപ്പിച്ചു. സിസ്റ്റവും അതിന്റെ തകരാറും ചർച്ചയാക്കുന്ന കാലത്ത് അത് ബോധപൂർവമല്ലെന്ന് വാദിക്കാനും തരമുണ്ട്. രണദീവിന്റെ ഛായാഗ്രഹണവും സംജിത്ത് മുഹമ്മദിന്റെ എഡിറ്റിംഗും മികച്ചുനിന്നു. ജിബ്രാന്റെ പശ്ചാത്തലത്തിലെ സംഗീതവും ഗിരീഷ് നാരായണന്റെ സംഗീതവും മോശമല്ലാത്ത അനുഭവമായിരുന്നു. കോർട്ട് റൂം ത്രില്ലർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ആസ്വദിക്കാവുന്ന ചിത്രമാണ് JSK. സെൻസർ ബോർഡ് എന്തിനാണ് ഈ ചിത്രത്തിൽ ഇത്രയധികം വെട്ടിത്തിരുത്തലുകൾ ആവശ്യപ്പെട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ സിനിമയുടെ പബ്ലിസിറ്റിക്ക് അത് ഗുണകരമായി. എന്താണ് ഇതിൽ ഇത്ര വിവാദമെന്ന ആകാംക്ഷ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ ആൾക്കൂട്ടമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.